തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ തിളക്കമാർന്ന വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF. LDFന്റെ പല ചുവന്ന കോട്ടകളും തകർത്താണ് UDF വിജയക്കൊടി പാറിച്ചത്. അതുകൊണ്ട് തന്നെ UDF തികഞ്ഞ പ്രതീക്ഷയിലുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ പ്രകടനം ആവർത്തിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം UDFനുണ്ട്. അതിനായുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഈ ആഴ്ച KPCC UDF നേതൃയോഗങ്ങൾ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മിഷൻ 2025 എന്ന പേരിൽ കോൺഗ്രസ് ലക്ഷ്യമിട്ട് നടപ്പാക്കിയ സംഘടനാപരമായ നീക്കങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. തുടർന്നും അത് നടപ്പാക്കാനാവും തീരുമാനം. കാലങ്ങളായി മുന്നണിയോട് മുഖം തിരിഞ്ഞു നിന്ന പല വിഭാഗങ്ങളെയും വീണ്ടും അടുപ്പിക്കാൻ സാധിച്ചുവെന്നാണ് ഫലം നൽകുന്ന പ്രാഥമിക വിവരം. മധ്യ കേരളത്തിലെ ആധിപത്യത്തിനപ്പുറം മലബാറിലെ പല ഇടതുകോട്ടകളും കടപുഴകിയത് UDFന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മണിയൂർ, മൂടാടി, മലപ്പുറത്ത് പെരിന്തൽമണ്ണ എന്നിവ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രബല ശക്തിയായി കോൺഗ്രസ് മാറി. ഇടയ്ക്ക് അകന്നു നിന്നിരുന്ന മുസ്ലിം ക്രിസ്ത്യൻ പിന്തുണ വലിയ തോതിൽ തിരികെ ലഭിച്ചു. UDFന് കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയിൽ വലിയ ചോർച്ചയില്ലാതെ തന്നെ ന്യൂനപക്ഷ പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഫലങ്ങൾ നൽകുന്ന സൂചന. കൂടാതെ ഭരണവിരുദ്ധ വികാരം UDF അനുകൂല വോട്ടായി മാറിയെന്നാണ് പ്രാഥമികമായുള്ള വിലയിരുത്തൽ. LDF ഭരണവിരുദ്ധ വികാരം എന്നൊരു ഘടകമില്ലെന്ന് പറയുമ്പോഴും യാഥാർത്ഥ്യം അവരും തിരിച്ചറിയുന്നു. എന്നാൽ പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോഴും അമിത പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് പഴയ ഫലങ്ങൾ നൽകുന്ന സൂചന. ഉദാഹരണമായി 2010 തെരഞ്ഞെടുപ്പ് ഫലം അടിസ്ഥാനമാക്കിയാൽ 90 സീറ്റിന് മേൽ നേടി UDF 2011 സംസ്ഥാന ഭരണം പിടിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഭരണം കിട്ടിയെങ്കിലും 72 സീറ്റുകൾ എന്ന ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് അന്ന് UDFന് നേടാനായത്. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണങ്ങൾ വീണ്ടും ചർച്ചയായതും ബാലകൃഷ്ണപിള്ള VS നിയമ പോരാട്ടവും അവസാന നിമിഷം UDFന് തലവേദനയായി. ഫലമോ പ്രതീക്ഷിച്ച ഭൂരിപക്ഷം ലഭിക്കാതെ വരികയും ചെയ്തു. എന്നാൽ ഇക്കുറി UDF കഠിന പ്രയത്നം നടത്തുക തന്നെ ചെയ്യും. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തും സംസ്ഥാനത്തും ഭരണമില്ലാത്ത പാർട്ടിയെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കഴിവതും നിലവിലെ പാർട്ടികളെ മുന്നണിയിൽ നിർത്തി ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതിയ പാർട്ടിക്കാരെ കൂടെ നിർത്തി സഖ്യമുണ്ടാക്കാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് പോലെയുള്ളവരെ അങ്ങോട്ട് പോയി ക്ഷണിക്കാത്തതും. തൽക്കാലത്തേക്ക് കൂടുതൽ പാർട്ടികളെ മുന്നണിയിലേക്ക് ക്ഷണിക്കാൻ തയ്യാറാവില്ല എന്നാണ് സൂചന. എങ്കിലും PV അൻവർ, CK ജാനു തുടങ്ങിയവരുടെ പാർട്ടികളെ അസോസിയേറ്റ് അംഗങ്ങളായി ഒപ്പം ചേർത്തേക്കും. BDJS ഒപ്പം ചേരുമോ എന്നും കണ്ടറിയണം. തദ്ദേശത്തിൽ 2010 നേടിയ റെക്കോർഡ് ജയത്തിനൊപ്പം നിൽക്കാവുന്ന മിന്നുന്ന പ്രകടനത്തോടെ CPMനെയും സർക്കാരിനെയും പിടിച്ചുലയ്ക്കുകയാണ് UDF ചെയ്തത്. മാസങ്ങൾക്ക് ശേഷം അന്ന് സംസ്ഥാന ഭരണവും പിടിച്ച UDFന് ഈ മുന്നേറ്റം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കരുത്തു പകരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ തിരിച്ചടി മറികടന്ന് തുടർഭരണ വിളംബരം മുഴക്കാനാകുമെന്ന LDF പ്രതീക്ഷ പൊലിഞ്ഞു. തദ്ദേശത്തിന്റെ 5 തലത്തിലും സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും UDFന്റെ വൻ കുതിപ്പാണുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിധിയിൽ ഭരണവിരുദ്ധ തരംഗം കാണുന്നവരാണ് ഏറെയും. 2020 നേട്ടം അതേപടി ആവർത്തിച്ചേക്കില്ലെന്ന് CPM കരുതിയെങ്കിലും മുന്നിലെത്തുന്നത് മറ്റാരുമാകില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ ശക്തി കേന്ദ്രങ്ങളിലടക്കം പാർട്ടി പിന്നോട്ടു പോയി. ക്ഷേമ പ്രഖ്യാപനങ്ങളുടെ വലയ്ക്കകത്താണ് ജനങ്ങളിൽ പകുതിയോളം എന്നതുകൊണ്ട് അവരെല്ലാം പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയും പൊളിഞ്ഞു. ശബരിമല സ്വർണ്ണക്കവർച്ച മുൻനിർത്തിയുള്ള UDF പ്രചരണം വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് വ്യക്തം. കേരള കോൺഗ്രസ് ഒപ്പമില്ലാതെ തന്നെ നേട്ടം കൊയ്യാൻ സാധിച്ചത് മുന്നണിക്ക് കൂടുതൽ ആത്മവീര്യം പകർന്നു. 5 കോർപ്പറേഷനുകൾ കൈവശമുണ്ടായിരുന്ന LDFന് കോഴിക്കോട് കോർപ്പറേഷനിലെ 1ാം കക്ഷി സ്ഥാനം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നു. LDFന്റെ കയ്യിലുണ്ടായിരുന്ന കോർപ്പറേഷനാണ് തലസ്ഥാനത്ത് BJPക്ക് ലഭിച്ചതെന്നത് CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. വർഗീയ വികാരം ഇളക്കാനാണ് CPM ശ്രമിച്ചതെന്ന ആക്ഷേപം ഫലം വന്നതോടെ കൂടുതൽ ശക്തമായി. രാഹുൽ മാങ്കുടത്തിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വോട്ടർമാരെ ഏശിയില്ല. ആശാസമരത്തോട് പുലർത്തിയ അവഗണന തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാനുള്ള തീരുമാനത്തെ ഈ വിധി മാറ്റിമറിച്ചു എന്ന് മാത്രമല്ല UDF പ്രതീക്ഷകൾ വാനോളം ഉയരുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.